പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 25 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. ഈ നല്ല സമയത്ത് കർത്താവിനെ എത്രമാത്രം സ്തുതിക്കാൻ കഴിയുമോ അത്രമാത്രം കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് പരിപാലിച്ചത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. കരങ്ങളെ ഉയർത്തി അല്പസമയം ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം ഒന്ന് ഓർത്ത് നോക്കുകയും എത്ര അത്ഭുതമായി അതിശയമായി കർത്താവ് നമ്മളെ നടത്തി. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവ് കൂടെയിരുന്നു. ആമേൻ. ദൂതന്മാർ നമ്മളെ കാവൽ ചെയ്തു. അത്ഭുതമായി നടത്തിയതോർത്ത് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവ് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നില്ലേ? കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞ് അവൻ ഈ പ്രഭാതത്തിൽ ഉണർന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഉണർത്തിയെങ്കിൽ അവൻ നിങ്ങൾ ഈ രാവിലെ ഇത് കേൾക്കുന്നെങ്കിൽ കർത്താവിന് സ്തോത്രം പറയണം. കർത്താവെ, ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങുകയാൽ അവൻ ഞാൻ ഉണർന്നിരിക്കുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവ് നമ്മളെ ഉണർത്തിയതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം ചെയ്യാം. അതെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാകിയാൽ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓരോ ദിവസവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവ് ഇന്നും നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട്, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട്, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ടൊക്കെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അങ്ങല്ലോ ഞങ്ങളെ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്നത്. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കിയതിന് സ്തോത്രം. അവൻ സങ്കീർത്തനക്കാരൻ മൂന്നാം സങ്കീർത്തനം 3-ാം വാക്യം പറയും, അങ്ങോ യഹോവേ, അങ്ങ് എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകും. ഇന്ന് കർത്താവ് നമുക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്നത് ഓർത്ത് അവൻ ആത്മാവിൽ കണ്ടുകൊണ്ടെന്ന് സ്തോത്രം പറഞ്ഞ് അങ്ങൻ്റെ മഹത്വമാണ്. അമേൻ, ഹല്ലേലൂയ. എൻ്റെ തലയെ ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ന് പൽക്കാലം എങ്ങും നമ്മുടെ തല കുനിയാൻ അനുവദിക്കാതെ നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുന്ന കർത്താവിന് നന്ദിയോടെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അമേൻ. 8-ാമത്തെ വാക്യം പറയുന്നത്, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ആ ദൈവിക അനുഗ്രഹത്താൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പുലർത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും രക്ഷയും പാറയും ആകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും പൊട്ടിപ്പോട്ടെ. രോഗത്തിൻ്റെ കെട്ടുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നല്ല ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളിലേക്കുണ്ടാകട്ടെ. നല്ല ശാരീരിക സൗഖ്യമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേദനകൾ മാറിപ്പോകട്ടെ. അനാവശ്യമായ ഗ്രോത്തുകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉറക്കമില്ലായ്മ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അസിഡിറ്റിയുടെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ 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 ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ അനുഭവപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ അവൻ മാറിപ്പോകട്ടെ. നട്ടലിൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. അസ്ഥികളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞരമ്പുകളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് വലിയ ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ശരീരത്തിനും ബലം കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ അങ്ങ് ഇടപെടുന്നതിന് സ്തോത്രം. അഡ്മിഷൻ്റെ കാര്യങ്ങളിൽ അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം. കർത്താവ്, എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. തിരുരക്തം കൊണ്ട് മറയ്ക്കണം. ശത്രുവിൻ്റെ ദൃഷ്ടിയിൽ വീഴാതെ സൂക്ഷിക്കണം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും വലിയ സാന്നിധ്യവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആലോചനകളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്.
അതോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ തുടരുകയാണ് ഇന്നും. റോമാലേഖനം 8-ാം അധ്യായം 9 വാക്യം നമ്മൾ വായിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് കാണണമെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ആ വ്യക്തിയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ബന്ധമാണ് നമ്മളെ അത്ഭുതമാക്കി തീർക്കുന്നത് എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കേട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ നമ്മുടെ എന്തൊക്കെ മാറും? നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജഡസ്വഭാവങ്ങൾ മാറുവാൻ തുടങ്ങും. നമ്മൾ ദൈവിക സ്വഭാവമുള്ളവരായി മാറും. ഈ ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ദേഷ്യം, പക, വൈരാഗ്യം, പിണക്കം, ദ്വന്ദ്വപക്ഷം. നമ്മൾ പറയുമോ അവരെന്നോട് മിണ്ടിയില്ല, അവർക്കിപ്പം ഭയങ്കര ജാടയാ, അല്ലെങ്കിൽ നമുക്ക് അവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക, നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നു, നമുക്ക് നമ്മുടെ മനസ്സിലങ്ങ് കയ്പ, ചിലരെ കാണുമ്പോൾ അങ്ങ് കയ്പ്, അസ്വസ്ഥത. ഇതൊക്കെ ജഡത്തിൻ്റെ സ്വഭാവമാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കാൻ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ, ആ വ്യക്തിയിൽ നിന്ന് ഈ ജഡീകമായ സ്വഭാവങ്ങൾ മാറിത്തുടങ്ങും. അവരെ ദിനം പ്രതി ദൈവിക സ്വഭാവത്തോട് എന്നാ പറ്റും അനുരൂപപ്പെടുവാൻ തുടങ്ങും. ലോകത്തിൻ്റെതായ താല്പര്യങ്ങളൊക്കെ മാറും. ഈ ലോകത്തിലെ മോഹങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണുമ്പോൾ ആകർഷണങ്ങൾ, ഇതെല്ലാം ഈ ആത്മപ്രവൃത്തി ഒരാളിൽ സംഭവിക്കുമ്പോൾ ഗ്രാജുവലി അങ്ങ് കുറയാൻ തുടങ്ങും. ഒറ്റ സെക്കൻഡ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടല്ല, ഇതൊക്കെ വളരെ ഗ്രാജുവലി നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് മാറാൻ തുടങ്ങും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ദൈവീക സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒന്നും ഈ പറഞ്ഞ പോലെ നിർബന്ധിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ജെന്റിലായിട്ട് നമ്മളോട് പറയും, മോനെ ആ വൈരാഗ്യം ഉണ്ടാകരുത്, നിൻ്റെ മനസ്സിൽ ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, നിൻ്റെ മനസ്സിൽ ആ ദേഷ്യം എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളരെ ജെന്റിലായിട്ടാണ് സംസാരിക്കുക. എന്നാൽ ദുരാത്മശക്തികൾ നമ്മളെ നിർബന്ധിക്കും. അവനോട് കോപിക്കണം, അവനോട് വിരോധം പറയണം, അവനെതിരെ നീ സംസാരിക്കണം, അവനെതിരെ നീ ചെയ്യണം. ഇത് പിശാചിൻ്റെ ശബ്ദമാണ്. എന്നാൽ ദൈവാത്മാവ് പറയും, നീ കോപിക്കരുത്, നീ സമാധാനപ്പെട്, നീ ശാന്തമായിട്ടിരിക്കുക, നീ ക്ഷമിക്കുക, നീ അവരോട് സംസാരിക്കുക, നീ കോപം വെച്ചുകൊണ്ടിരിക്കാതെ. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയും. എന്നാൽ പിശാച് പറയും, നീ നമ്മളെ നിർബന്ധിക്കും, പ്രതികരിക്കാൻ നിർബന്ധിക്കും. എടുക്ക്, അങ്ങനെ ഇങ്ങനെ ചെയ്. അത് പിശാചിൻ്റെ സ്വഭാവമാണ്. എന്നാൽ ദൈവാത്മാവ് വളരെ ജെന്റിലായിട്ട് പറയും, മക്കളെ അതല്ല, അങ്ങനല്ല, നിങ്ങൾ ക്ഷമിക്കണം. യേശുക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ദൈവാത്മാവ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പക്ഷേ നമ്മൾ മറ്റു വലിയ ശബ്ദങ്ങൾ, ഇതിലും വലിയ ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിൽ കിടക്കുകയും നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോവുക. അപ്പോൾ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളെ ദൈവാനുരൂപമാക്കി മാറ്റും. നമ്മളിലുള്ള ഈ ലോകത്തിലെ ചിന്തകളും ജഡീകമായ സ്വഭാവങ്ങളും മാറ്റി ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റും. ഇവിടെ നോക്കിയേ, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറയുന്ന നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിശ്ചയമായിട്ടും നിങ്ങളിലുള്ള ജഡത്തിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. ദിവസം പ്രതി അതിനകത്തൊരു ശുദ്ധീകരണം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയും കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് ആലോചന പ്രകാരം നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്താൽ ആത്മസ്വഭാവമുള്ളവരായി മാറാൻ കഴിയും. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അടുത്ത ഒരു പ്രവൃത്തി നടക്കുന്നത്, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ആത്മാവായത്. യേശു മരണത്തിൽ നിന്ന് കഴിഞ്ഞ് 3-ാം ദിവസമായി എഴുന്നേറ്റ് വരും. ആ 3-ാം ദിവസം എഴുന്നേറ്റ് വരുവാൻ കാരണമായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് നമ്മളിലും ഈ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട്
നമ്മുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും നിർജീവ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആത്മാവ് അതിനെ ജീവനുള്ളതാക്കി മാറ്റും. ജീവനുള്ളതാക്കി മാറ്റും. ശരീരത്തിൽ ജീവൻ കൊണ്ടുവരും. ആമേൻ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നത്. ആമേൻ. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തനരഹിതമായിട്ടിരിക്കുന്ന അവയവങ്ങളുണ്ടെങ്കിൽ ദൈവാത്മാവിനെ ഏൽപ്പിക്കുക. ദൈവാത്മാവ് അതിനെ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങും. ആമേൻ. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പം ആമേൻ, ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ മർത്യശരീരത്തെ എന്ത് ചെയ്യും? ജീവിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പഠിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുള്ള ജഡസ്വഭാവത്തെ മാറ്റി നമ്മളെ ആത്മസ്വഭാവമുള്ളവരാക്കി മാറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുവാനിടവരും. ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലും ജീവിക്കാൻ നോക്കരുത്. നമ്മൾ ഒരു വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ കയറി സ്റ്റിയറിംഗിൽ കയറി പിടിക്കരുത്. അതുപോലെ പരിശുദ്ധാത്മാവിന് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായി കൊണ്ട് നടക്കും. കേട്ടോ, ഇന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായി ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ട് നടക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മസ്വഭാവമുള്ളവരായി മാറട്ടെ. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായി മാറട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരായി തീരട്ടെ. ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവരായി, അനുസരിച്ച് ജീവിക്കുന്നവരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്.